ഹായ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ OP വന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാം. ഒരു പേഷ്യൻ്റ് OP വന്ന് കാണിക്കാൻ വന്നപ്പോൾ ഒരു കൂട്ടത്തിൽ കുട്ടിയുടെ കാൽമുട്ടിൽ ചെറിയ കുമിളകൾ, ചെറിയ വെള്ളം നിറഞ്ഞ പോലത്തെ, ഒരു കലങ്ങിയ വെള്ളം നിറഞ്ഞ പോലത്തെ, നമ്മളെ ചിക്കൻ ബോക്സിൻ്റെ പോലെ അല്ലാത്ത ഒരു തരം വെള്ളം നിറഞ്ഞ കുമിളകൾ പോലുള്ള ഒരു കേസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പേഷ്യൻ്റ് എന്തോ ഉറുമ്പ് കടിച്ചതോ അങ്ങനെ എന്തോ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പ്രത്യേകിച്ച് കാണുന്ന ഒരു മലേഷ്യൻ പൊട്ടി അല്ലെങ്കിൽ തക്കാളിപ്പനി. അതിൻ്റെ കളറൊക്കെ ചുവന്ന കളർ ചുറ്റും ഒക്കെ കാണുന്നുണ്ട്. ഒരു തക്കാളിപ്പനി അല്ലെങ്കിൽ മലേഷ്യൻ പൊട്ടി എന്നൊക്കെ പറയുന്ന അസുഖമായിരുന്നു അത്. സാധാരണഗതിയിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കാണുന്നത്. അതൊരു 6-7 ദിവസം കൊണ്ട് തന്നെ സെറ്റിലാവുന്ന, വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അസുഖമാണ് കോക്സാക്കി വൈറസ് അല്ലെങ്കിൽ എൻട്രോ വൈറസ് 71. ഇത് ഉണ്ടാക്കുന്ന വൈറസുകൾ ചെറിയ പനി ഉണ്ടാവും. ഇത് സ്രവത്തിലൂടെ കുട്ടികളുടെ സ്രവത്തിലൂടെ അല്ലെ സ്രവം വീണ സ്ഥലം ടച്ച് ചെയ്യുന്നതിലൂടെ മറ്റു കുട്ടികളിലേക്കും പകരാം. വലിയ മുതിർന്ന ആളുകളിൽ അങ്ങനെ കണ്ടുവരുന്നില്ല. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വരാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നില്ല. ലക്ഷണങ്ങൾ പറയുന്നത് ചെറിയൊരു പനിയോടുകൂടി തുടങ്ങി 1-2 ദിവസം ചെറിയ പനി ഉണ്ടാവും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കലങ്ങിയ വെള്ളം നിറഞ്ഞ പോലത്തെ കുമിളകൾ വായിൻ്റെ അകത്തും പുറത്തും, അതുപോലെ തന്നെ കൈയുടെ അടിയിലും കാലിൻ്റെ അടിയിലും കാൽമുട്ടിലും പുറകുവശത്തൊക്കെ ആയിട്ട് ചെറിയ വെള്ളം നിറഞ്ഞ പോലത്തെ കുമിളകൾ, കലങ്ങിയ വെള്ളം നിറഞ്ഞ പോലത്തെ കുമിളകൾ. ചിക്കൻ ബോക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിക്കൻ ബോക്സിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിട്ടാണ് കാണുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അസുഖം പൂർണ്ണമായിട്ട് മാറുന്നവരെ, പൂർണ്ണമായിട്ട് എല്ലാം ക്രസ്റ്റഡ് ആകുന്നവരെ മറ്റു കുട്ടികൾ ആയിട്ട് ഇടപെട്ട് കളിക്കുന്നതൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ കുട്ടികളിലൊക്കെ ഇത് ഉറക്കിനൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാക്കും. രാത്രി കരച്ചിലും അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ടൊക്കെ OP വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ഇനിയും അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.